ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊക്കെ നമ്മളുടെ ജീവിതം ഒരു വിജയമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ സ്വപ്നങ്ങളെങ്കിലും നേടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിനൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? നമുക്കതിനൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സ് സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വെറും അപ്രാപ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമായി പോകും. ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു മാജിക്. നിങ്ങൾ ഒരിക്കലെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. അതിനു മുമ്പ് നമുക്ക് മെഡിറ്റേഷനെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാം. കാരണം ഒരുപാട് ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് എന്താണ് മെഡിറ്റേഷൻ എന്നതിനെക്കുറിച്ച്. അതിനു മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? ചിലപ്പോൾ നിങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം. നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ജോലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചായിരിക്കാം, പണത്തെക്കുറിച്ചായിരിക്കാം, ബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ ഒരിക്കലും തീരാത്തൊരു മഹാസാഗരമാണ് അല്ലേ? പല ആളുകളും മെഡിറ്റേഷൻ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബ്ലാങ്ക് മൈൻഡ് ഉള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അവർക്ക് സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതൊരിക്കലും തങ്ങൾക്ക് പറ്റില്ല എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ ഒരിക്കലെങ്കിലും മെഡിറ്റേഷൻ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ കയറി വരുമ്പോൾ ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച് ക്വിറ്റ് ചെയ്ത് പോയവരായിരിക്കും പലരും. അതുകൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ച് അവർ ഗീവ് അപ്പ് ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം, സെൽഫ് ലവിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ലെന്ന് വിചാരിച്ച വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള കാര്യം. സോ എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മളുടെ ചിന്തകളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ആകാശമാണ്. ആകാശത്ത് നിന്നുണ്ട് ഒരുപാട് മേഘങ്ങളുണ്ട് അല്ലേ? ഈ മേഘങ്ങളാണ് നിങ്ങളുടെ ചിന്തകൾ. ഈ മേഘങ്ങൾ ആകാശത്തു കൂടി ഇങ്ങനെ പറന്നു പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ ആകാശം അവിടെ നിന്ന് മാറുന്നുണ്ടോ? ഇല്ല, ആകാശം അവിടെ സ്റ്റേബിളായിട്ടിരിക്കുന്നു. ചിന്തകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്നു. അതായത് നമ്മളുടെ മനസ്സിലൂടെ പല പല ചിന്തകൾ മാറി മറിഞ്ഞു വന്നാലും നമ്മളുടെ മനസ്സാകുന്ന ആകാശത്തെ അതേ രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം. നമ്മൾ ശരിക്കും നമ്മളുടെ മനസ്സിലെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് കുറേ കാലം കഴിയുമ്പോൾ അല്ലെ കുറേ സമയങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് അത്രത്തോളം ചിന്തകൾ കയറി വരാതെ കാമാകുന്നത്, ശാന്തമാകുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ മനസ്സ് കൂടുതൽ ക്ലിയർ ആവുകയും നമ്മൾ സമാധാനത്തോടെ ഇരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഞാൻ പറയുന്നത് വളരെ ചെറിയ കുട്ടികൾ തൊട്ട് എത്ര പ്രായമുള്ളവരാണെങ്കിലും ശരി, നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരു 10-15 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാവണം. കാരണം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു സെൽഫ് ലവിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സെൽഫ് ലവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു വെക്കേഷന് പോകുന്നതും നമുക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പറയുന്നതും സ്വയം സമയം ചെലവഴിക്കുന്നതും പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ. ഇവിടെ നമുക്ക് തന്നെ കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരെയും കേൾക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ, നമ്മളുടെ ഫാമിലി, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ വളരെ അടുത്ത ആൾക്കാർ, നമ്മളുടെ ബോസ്, നമ്മളുടെ സോഷ്യൽ മീഡിയ അല്ലേ, പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ഇരുന്ന് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇരുന്ന് നമ്മളെ ശ്രദ്ധിക്കാറുണ്ടോ, നമ്മളുടെ ചിന്തകളെ ശ്രദ്ധിക്കാറുണ്ടോ? ഇത് മാത്രമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി ഓരോ ദിവസവും കൊടുക്കുന്ന സമാധാനപരമായ കുറച്ച് നിമിഷങ്ങളാണ് മെഡിറ്റേഷൻ. പല ആൾക്കാരും നമ്മളുടെ ഇമോഷൻസിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിനെ മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുന്നത് അതിനെ ശ്രദ്ധിക്കുകയാണ്, അതിനെ കേൾക്കാൻ ശ്രമിക്കുകയാണ്, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ സെൽഫ് ലവ് ആക്റ്റാണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തരും നിർബന്ധമായിട്ടും മെഡിറ്റേഷൻ കൂടി അവരുടെ ലൈഫിൽ ഉൾപ്പെടുത്തണം. ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നല്ലാതെ എന്തു ഗുണം? ഒരുപാട് ഗുണങ്ങളാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ളത്. ഒന്ന്, നമ്മളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും വളരെ നല്ല രീതിയിൽ അത് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഞാനൊക്കെ വളരെ അടുത്ത കാലത്താണ്, അതായത് 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത്. പക്ഷേ സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് അവയർനെസ്സേ ഇല്ലായിരുന്നു, എനിക്ക് അറിയേയില്ല, ആരും പറഞ്ഞു തന്നിട്ടുമില്ല.
അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പ്രായഭേദമന്യേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഫോക്കസും നമ്മളുടെ കോൺസെൻട്രേഷനും ഒക്കെ നല്ല രീതിയിൽ കൂട്ടിത്തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണൽ ബാലൻസ് കൊണ്ടുതരും. മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഗ്രാജുവലി സാധാരണ പോലെ പൊട്ടിത്തെറിക്കില്ല, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കില്ല, വളരെ ആലോചിച്ച് സമാധാനപരമായിരുന്നുകൊണ്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യുക. അത് മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് ഉറക്കം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം, അതായത് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ഉറക്കം നമുക്ക് തരുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സെൽഫ് അവെയർനെസ്, നമ്മളുടെ ചിന്തകൾ നമ്മളെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്ക് നമ്മളെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി തരുന്ന കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് പേടിക്കുന്നതിനും പകരം ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കും. ഇതിനേക്കാളെല്ലാം ഉപരി നമുക്ക് നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോമൺലി നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ നേരിടും. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കൂടി ഞാൻ പറയാം. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം മെഡിറ്റേഷൻ ട്രൈ ചെയ്ത് ഇതിനെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് ഒന്നും അറിയാതെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടിരിക്കുന്ന ആളായിരിക്കാം. സോ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന കുറച്ച് കോമൺ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഈ നിരന്തരമായിട്ടുള്ള ചിന്തകൾ, എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ എനിക്ക് ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ. മെഡിറ്റേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല. ഓരോ തവണയും നമ്മൾ ചിന്തിച്ച് കാട് കയറുമ്പോൾ നമ്മളുടെ ചിന്തകളെ മനസ്സിലാക്കുകയും വീണ്ടും നമ്മളുടെ ആ ഒരു അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ്. നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറിപ്പോയി പല ചിന്തകളിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വീണ്ടും ഷാർപ്പാകുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോറടിക്കാനുള്ള ചാൻസാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് വേണം. നമ്മുടെ ഫോണ്, ടെലിവിഷൻ, മ്യൂസിക്, നോട്ടിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിമുലേഷൻ തരുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരു സ്ഥലത്ത് കുറച്ച് നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് നമുക്ക് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും ആദ്യകാലത്ത്. അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുക, അത് ശരിയായി വരും. മൂന്നാമതായിട്ട് എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസാണ് എനിക്ക് സമയമില്ല. ആക്ച്വലി നിങ്ങൾക്ക് 1 മണിക്കൂറൊന്നും മെഡിറ്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു തുടക്കക്കാർ ഒരിക്കലും 1 മണിക്കൂറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്യുന്ന 5 മിനിറ്റ് നിങ്ങളുടെ ലൈഫിലെ മേജർ ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്താണ് നിങ്ങൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കിവിടെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. എത്ര നേരം നിങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്ന നേരം 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യുക. നാലാമതായിട്ട് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കം വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കിടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാതെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ബാക്ക്, നിങ്ങളുടെ നട്ടെല്ല് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ ഭിത്തിയോട് ചേർന്നിരിക്കുകയാണെങ്കിലൊക്കെ അതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് നോർമലി ഇരിക്കാറ്. നിലത്തിരുന്ന് ഭിത്തിയോട് ചേർന്നിരുന്നുകൊണ്ട് നട്ടെല്ലും കഴുത്തുമൊക്കെ സ്ട്രൈറ്റ് ആയി ഇരുന്നുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുക. ഉറങ്ങിപ്പോകുമെന്ന് തോന്നുന്നവർ ചെറുതായിട്ട് കണ്ണൊന്ന് ഓപ്പൺ ആയിട്ടിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെ തന്നെയാണോ മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എനിക്ക് ഒരുപാടുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനാണ് ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത്, ഇങ്ങനെയാണോ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പോസ്റ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് പല വഴിക്കും പോകും. ഇറ്റ്സ് ഓക്കെ, അതിനെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഏകദേശം മെഡിറ്റേഷൻ എന്താണെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി മെഡിറ്റേഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു 5 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് നോട്ട് ഡൗൺ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് രീതിയിലും ആക്ച്വലി ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മടിയിൽ വയ്ക്കുക. അത് കമിഴ്ത്തിയോ മലർത്തിയോ വയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഷോൾഡർ നന്നായിട്ട് റിലാക്സ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൈകളൊക്കെ ഒന്ന് കുടഞ്ഞ് നിങ്ങളുടെ ശരീരം ഒന്ന് റിലാക്സ് ചെയ്ത അവസ്ഥയിൽ വേണം മെഡിറ്റേഷൻ ഇരിക്കാൻ. ഒരിക്കലും നിങ്ങൾ ബലം പിടിച്ചിരിക്കരുത്. ഒരിക്കലും നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇരിക്കാൻ പാടില്ല. നമ്മളുടെ ബോഡി ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് മെഡിറ്റേഷൻ.
ഇനി സ്റ്റെപ്പ് നമ്പർ 2 പതുക്കെ കണ്ണുകൾ അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു 3 തവണ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അതുപോലെ തന്നെ അത് പുറത്തേക്കും വിടുക. ഓക്കെ, നന്നായി 3 തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വായിലൂടെ നിങ്ങൾ അത് പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുന്നത്, നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി നിങ്ങൾക്ക് തോന്നുന്നത്, അതുവരെ അങ്ങനെ ചെയ്യുക. ഇനി സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങളുടെ സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിച്ചു വരിക. നമ്മൾ ഒരിക്കലും വളരെ ശക്തമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുകയല്ലല്ലോ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നോർമലി എങ്ങനെയാണോ ശ്വാസം വിടുന്നത് ആ ഒരു രീതിയിലേക്ക് വരിക. അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ജസ്റ്റ് ആ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുക. അതാണ് നിങ്ങളുടെ തേർഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 4, നിങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അതിന് തോന്നുന്ന വഴിയിലേക്ക് അത് പോകാൻ തുടങ്ങും. അതിൽ പല ചിന്തകളും വരും. അതിനോട് എതിർക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ആ ഒരു ചിന്തകളെ മനസ്സിലാക്കുക. ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ്, അതുകൊണ്ട് എൻ്റെ ശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക എന്നുള്ള ഒരു കമാൻഡോടുകൂടി, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ പറയുകയൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കും. വീണ്ടും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കും. തിരിച്ചു വരിക, ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അഗെയിൻ ആൻഡ് അഗെയിൻ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഈ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ തിരിച്ചുവരവുമാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ. സ്റ്റെപ്പ് നമ്പർ 5, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അറ്റ്ലീസ്റ്റ് 5 മിനിറ്റെങ്കിലും ചെയ്യുക. നിങ്ങളിത് പൂർത്തിയാക്കി കഴിയുമ്പോൾ പതിയെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നൗ നിങ്ങളുടെ മനസ്സ് കുറച്ച് ശാന്തമായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയങ്ങൾ എടുക്കും ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു കാംനെസ്സിലേക്ക് വരാൻ. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം കലുഷിതമാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മെഡിറ്റേഷനിൽ തന്നെ വലിയൊരു മാറ്റം ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച വേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, നിങ്ങൾക്കിത് പോസിറ്റീവ് റിസൾട്ട് മാത്രമായിരിക്കും ലൈഫിൽ തരിക. നിങ്ങൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാഹ്യമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, പ്രധാനമായിട്ടും മൊബൈൽ ഫോൺ. അതുകൊണ്ട് തന്നെ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ടൈമർ ഇട്ടിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമയമാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ടൈമർ ഇട്ട് 5 മിനിറ്റ് ടൈമർ ഇട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ടൈമർ അലാറം അടിക്കുന്ന സമയത്തായിരിക്കണം കണ്ണ് ഓപ്പൺ ആക്കേണ്ടത്. നിങ്ങൾക്ക് ഗ്രാജുവലി ഇതിൻ്റെ സമയം കൂട്ടി കൊണ്ടുവരാം. പെട്ടെന്ന് ചാടിക്കയറി നിങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് ആക്കരുത്. പതിയെ 6 മിനിറ്റിലേക്ക് കൊണ്ടുപോവുക, 7 മിനിറ്റിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ പതിയെ നിങ്ങൾ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് വരിക. നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു കൃത്യമായിട്ടുള്ള സമയം ഫോളോ ചെയ്യുക. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ആ ഒരു സമയം, നിങ്ങൾ എപ്പോഴാണോ മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് വില്ലിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയമുള്ളത് അതേ സമയം എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രതീക്ഷിക്കരുത്. നമുക്ക് ക്ഷമ വേണം. ക്ഷമ മാത്രമാണ് നമ്മൾക്ക് മെഡിറ്റേഷനിലൂടെ ഒരുപാട് പോസിറ്റീവ് റിസൾട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് കിട്ടാനുണ്ട്. അതൊക്കെ നേടാൻ സാധിക്കൂ. എത്ര വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ചില ദിവസങ്ങളിൽ മെഡിറ്റേഷൻ വളരെ പീസ്ഫുൾ ആയിരിക്കാം. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ആകുലതകൾ കയറി വരാൻ സാധ്യതയുണ്ട്. ഓരോ തവണയും നമ്മളുടെ മനസ്സിനെ റിട്ടേണിലേക്ക് വിളിക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യിക്കുക. ഇതൊക്കെ പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എൻറ്റയർലി പുതിയൊരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങളിലെ ഏറ്റവും നല്ലൊരു വ്യക്തിയിലേക്ക് നിങ്ങളെ മാറ്റുന്ന കാര്യമാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് പ്രത്യേകം വസ്ത്രങ്ങളോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സോ അല്ലെങ്കിൽ കോഴ്സുകളോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങിയാൽ മാത്രം മതി. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ആവശ്യമില്ല. സിമ്പിളായിട്ട് തുടങ്ങുക, ബ്യൂട്ടിഫുള്ളായിട്ട് അവസാനിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.